ഹല്ലേലൂയ. ഈ ശക്തിയെല്ലാം പുതുക്കിയിട്ടാണ് നമ്മൾ പൂക്കാനും കായ്ക്കാനൊക്കെ പോവുക. സ്തോത്രം. ആറ്റരികത്ത് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പരിശുദ്ധാത്മാവിന്റെ നദിക്കരയിൽ നടപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ആരെയാണ് പരിശുദ്ധാത്മാവിന്റെ നദിയുടെ കരയിൽ നടന്നത്? ഞാൻ പറഞ്ഞാൽ ദുർവാശം പറഞ്ഞു. ആരാ ആറ്റരികത്ത് നട്ടിരിക്കുന്ന? ആരെയാ? അവൻ. ഇനി അവൻ ആരാന്നറിഞ്ഞാൽ മതി. അവൻ 5 ഗുണങ്ങളാണ്. അവൻ 5 ഗുണങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ നദിയുടെ കരയിൽ ദൈവം നമ്മെ നടണമെങ്കിൽ 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാ? 1, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അർത്ഥാൽ നടപ്പ് നന്നായിരിക്കുന്നവൻ. 2, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. നിൽപ്പ് നന്നായിരിക്കുന്നവൻ. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇരിപ്പ് നന്നായിരിക്കുന്നവൻ. യഹോവയുടെ ന്യായപ്രമാണ രാപ്പകൽ ധ്യാനം നന്നായിരിക്കുന്നവൻ. അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക. നീ ഏതിൽ സന്തോഷിക്കുന്നു? ദൈവം നിന്റെ ധ്യാനം, നിന്റെ മെഡിറ്റേഷൻ ഏതാണ്? നീ എന്ത് റിജോയ്സ് ചെയ്യുന്നു? നിന്റെ നിൽപ്പ്, നടപ്പ്, സിറ്റ്, സ്റ്റാൻഡ്, വാക്ക്, ഇത് 3 തന്നെ ദൈവം നോക്കും. സ്തോത്രം. നീ ഓരോ ദിവസവും എവിടെയെല്ലാം നിൽക്കുന്നു, എവിടെയെല്ലാം പോകുന്നു, എവിടെയെല്ലാം വരുന്നുണ്ടെന്ന് ദൈവം നോക്കും. അതനുസരിച്ചാണ് നിന്നെ എവിടെ നടണമെന്ന് ദൈവം തീരുമാനിക്കുന്നു. മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നദിയുടെ കരയിൽ നമ്മെ നടനോ വേണ്ടയോ എന്ന് ദൈവം തീരുമാനിക്കുന്നത് നമ്മുടെ 5 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. സിറ്റ്, സ്റ്റാൻഡ്, വാക്ക് ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് റിജോയ്സിംഗ്. ഏതിനാണ് ഒത്തിരി സന്തോഷിക്കുന്നത്? സ്തോത്രം. മനസ്സാക്ഷിയോട് ചോദിക്കുക. നമ്മളിൽ തന്നെ നമ്മൾ എക്സാം ചെയ്യും. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഒരു പ്രസംഗം കേട്ട് വെറുതെ പോകരുത്. ജീവിതത്തിനൊരു മാറ്റം വരുത്തുക. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ നദിയുടെ കരയിൽ എന്തിന്? ആമേൻ. അത് വരാം, അവിടേക്ക് വരാം. അതിനു മുമ്പ് 5 കാര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ ആലോചന, ആരുടെ ആലോചന കേട്ടാണ് നമ്മൾ നടക്കുന്നത്? നമ്മുടെ കൗൺസിൽ ആരുമായിട്ടുള്ള ബന്ധത്തിലാണ്? പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. നമ്മുടെ ആലോചന നമ്മൾ ചോദിക്കുന്നത് ദൈവത്തോടായിരിക്കണം. ഒരു കാര്യത്തിന് മുമ്പ് കർത്താവിനോട് ആലോചന ചോദിക്കുന്ന എത്ര പേരുണ്ട്? ദൈവഹിതത്തിനായി. ആമേൻ. കർത്താവിന്റെ ഹിതത്തിനായി. ഹൗ മെനി ഓഫ് യു ആർ സിറ്റിംഗ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ ഹിതത്തിനായിരിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിനോട് സംസാരിക്കണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പോകാം. ആറ്റരികത്ത് നട്ടിരിക്കുന്നവൻ. സ്തോത്രം. 5 ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കണം. നിന്റെ ജീവിതത്തിൽ എന്തിനാ സന്തോഷിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ആകർഷണം ഏതിനോടാണ്? നിനക്ക് നിന്റെ അട്രാക്ഷൻ ഏതിനോടാണ്? സ്തോത്രം. അതെല്ലാം എന്റെ കർത്താവ് നോക്കും.